ഹലോ നമസ്കാരം. നമ്മുടെ മഴതോരും മുമ്പേയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് ചെയ്തിട്ടും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നാൽ നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ മനു വന്നേക്കാണ് റിസോർട്ടിലേക്ക്. മനു അലീനയ്ക്കുള്ള ചെരുപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ അലീനയുടെ ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അലീനയുടെ ഡ്രസ്സ് അത്ര കറക്റ്റ് അല്ലെങ്കിലും ഏകദേശം പാകമാണ്. അപ്പോൾ ബാലചന്ദ്രൻ അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ടല്ലോ. രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ്. ബാലചന്ദ്രൻ നമ്മുടെ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് നാണമില്ലേടി ഇങ്ങനെ ഇരന്ന് വാങ്ങിച്ചിടാൻ എന്ന് ചോദിക്കുമ്പോൾ, ഇന്നലെ വരെ നാണമായിരുന്നു, ഇന്നിപ്പോൾ എനിക്ക് അതില്ല എന്ന് പറയണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ടാണല്ലോ. അപ്പോൾ ബാലചന്ദ്രൻ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് മനു വരുമ്പോൾ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് മനുവിനെയും മലീനെയൊക്കെ കൂട്ടിയിട്ട് കൃഷ്ണമോളാണെങ്കിൽ ആ റിസോർട്ട് മുഴുവൻ ഓടിച്ചാടി നടക്കുകയാണ്. ഇത് കണ്ടിട്ട് വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ ഇവരുടെ പുറകിലുള്ള സത്യാവസ്ഥകളൊന്നും മനുവിന് അറിയില്ല എങ്കിലും ബാലചന്ദ്രൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തന്നെയാണ് മനുവിൻ്റെ വിശ്വാസം. ഇപ്പോൾ കൃഷ്ണമോൾക്കാണെങ്കിൽ എല്ലാ സത്യങ്ങളും അറിയാലോ. അങ്ങനെ പിന്നീട് മനു വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് നമ്മുടെ രാജീവും കമലയും കൂടെ മനുവിനെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മനു പറയുന്നുണ്ട്, അവിടെ ഉണ്ട്, ഈ റിസോർട്ടിൻ്റെ പേരൊക്കെ പറയാണ്, പിറവത്തുള്ള റിസോർട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ, ഇനി അവിടെ പോയിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാനോടൊന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാമല്ലോ, എന്താ ചെയ്യാനുള്ളത് ഞാൻ നോക്കാം എന്നൊക്കെ വെല്ലുവിളിക്കുകയാണ് രാജീവ്. അങ്കിളിന് തിരിച്ചു പോവേണ്ടതല്ലേ, കൊച്ചച്ഛന് തിരിച്ചു പോവേണ്ടതല്ലേ, ബാലചന്ദ്രൻ അങ്കിളാണെങ്കിൽ ഒരു വർഷത്തോളം വേണമെങ്കിൽ അവിടെ താമസിക്കും, അവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും താമസിക്കും എന്നൊക്കെ പറയാണ്. അയാളിത് എന്തുദ്ദേശിച്ചാണ് നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ കമലയാണെങ്കിൽ ബാലചന്ദ്രൻ്റെയും അലീനയുടെയും ബന്ധത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ്. അമ്മ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവില്ല എന്ന് വെക്കേണ്ട എന്ന് പറയുമ്പോൾ, പിന്നെ ഞാൻ ഏതർത്ഥത്തിൽ സംസാരിക്കണോടാ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട വീട്ടുവേലക്കാരിയും കൂട്ടിയിട്ട് ഒരു റിസോർട്ടിൽ പോയി താമസിക്കുന്നു, എന്തുകൊണ്ട് അയാൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്, ന്യായീകരണങ്ങളുണ്ട്, അവരുടെ ജീവിതമാണ് അത്, അമ്മ അതിൽ എരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കമലയെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. രാജീവിനോടും വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടാണ് മനു മുകളിലേക്ക് കയറിപ്പോകുന്നത്. ആ സമയത്ത് ഹരി അങ്ങോട്ടേക്ക് വന്നിട്ട് രാജീവിനോട് പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്താലോ കൊച്ചിച്ച, നമുക്ക് അലീനെ അങ്ങോട്ട് തട്ടിക്കൊണ്ടു പോയാലോ, എന്നിട്ട് എവിടെയെങ്കിലും ഒളിച്ച് താമസിപ്പിക്കാം, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ കൊണ്ടുപോയി തള്ളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, മണ്ടത്തരം വിളമ്പാതെടാ, അതൊന്നും പോസിബിൾ അല്ല, അതൊക്കെ വേറെ പ്രശ്നങ്ങളായി വരും എന്ന് പറയാണ് രാജീവ്. അപ്പോൾ കമലയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. അലീനയെ തട്ടിക്കൊണ്ടു പോകാം, ഒളിപ്പിച്ച് താമസിപ്പിക്കാം എന്നൊക്കെ പറയുമ്പോൾ കമലയ്ക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട് ഹരിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത്. നീ വല്ലാതെ അലീനയുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട കേട്ടോ മനു എന്ന് കമല ദേഷ്യത്തോട് കൂടിയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഹരി അവിടെ നിന്ന് പോവുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് റൂമിലെത്തിയതിന് ശേഷം മനു ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ രേവതിക്കുട്ടിയുടെ മിസ് കോൾ കാണുകയാണ്. ഉടനെ തന്നെ അതിലേക്ക് തിരിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തും ഗ്രേസമ്മയാണ് ഫോൺ എടുക്കുന്നത്. ഹലോ മനു, എന്തായി, അലീനയെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ, ആൻറ്റി അലീനയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആൻറ്റി വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഞാനല്ല രേവതിക്കുട്ടിയാണ് വിളിച്ചത്, ഞാൻ അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മനു നമ്മുടെ ഗ്രേസമ്മ ഫോൺ എടുത്തിട്ട് രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതേ മനുശങ്കറാണ് വിളിക്കണേന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുകയാണ്. രേവതിക്കുട്ടി ചാടി എഴുന്നേറ്റ് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. മനുഷ്യേട്ടാ, അലീന ചേച്ചി എവിടെ, അലീന ചേച്ചി എല്ലാവരും കൂടി അവിടെ നിന്ന് പറഞ്ഞയച്ചോ, ഞാൻ മുത്തശ്ശിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് വാ തോരാതെ ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രേവതിക്കുട്ടി. അപ്പോൾ മനു പറയുന്നുണ്ട്, അലീനയ്ക്ക് കുഴപ്പമൊന്നുമില്ല രേവതിക്കുട്ടി, അവൾ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, എന്താ മനുഷ്യേട്ടാ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, അലീനയ്ക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല, അവൾ സേഫായിട്ട് ബാലചന്ദ്രനങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, കൃഷ്ണയും ഉണ്ട്, അവർ 3 പേരും കൂടെ ഒരു റിസോർട്ടിലാണെന്ന് പറയട്ടോ. റിസോർട്ടിലോ, ഏത് റിസോർട്ടിലാണ് മനുവേട്ടാന്ന് ചോദിക്കുമ്പോൾ, അത് പിറവത്തുള്ള ഒരു റിസോർട്ടിൽ അവരുണ്ട് എന്ന് പറയാണ്. പിറവത്തുള്ള റിസോർട്ടിലാണോ, ഏതാ റിസോർട്ടിൻ്റെ പേര് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ ഇപ്പോൾ അങ്ങോട്ടേക്കൊന്നും പോവാൻ നിൽക്കണ്ട രേവതിക്കുട്ടി, അവരിപ്പോൾ കുഴപ്പമൊന്നുമില്ല, മിക്കവാറും നാളെയോ മറ്റന്നാളോ ആയിട്ട് അവർ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് പറയണം.
എന്താ മനുവേട്ട ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പറയാനാണെങ്കിൽ കുറേ ഉണ്ട് രേവതിക്കുട്ടി, പിന്നീട് നേരിട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിലോ ഞാൻ പറയാം എന്ന് പറയണം. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണോ അലീന ചേച്ചിയും ചോദിക്കുമ്പോൾ ഏകദേശം അങ്ങനെ തന്നെയാണ്. വൈജയൻ്റെയും എൻ്റെ ഒരു കൊച്ചച്ഛനുണ്ട്, അവർ രണ്ടുപേരും കൂടി ഇറക്കി വിട്ടതാണ്. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയണം. പിന്നെ ചേച്ചി എന്തിനാ പോവില്ല എന്ന് പറഞ്ഞ് നിന്നത് എന്ന് ചോദിക്കുമ്പോൾ അതാണ് എനിക്കും മനസ്സിലാവാത്തത്. അലീന എന്താണ് പോവില്ല എന്നും പറഞ്ഞ് വാശി പിടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനി വീട്ടിലേക്ക് തന്നെ തിരിച്ച് പൊക്കോളും എന്ന് പറയുമ്പോൾ ഇനി വീട്ടിലേക്ക് തിരിച്ച് ചെന്നാലും അവർ പ്രശ്നം ഉണ്ടാക്കില്ലേന്ന് ചോദിക്കുകയാണ്. അതൊക്കെ അങ്കിള് നോക്കിക്കോളും, നീ അതോർത്ത് വിഷമിക്കേണ്ട, എന്താണെങ്കിലും അലീന സേഫായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ മനു ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ അലീന ചേച്ചിയും ബാലചന്ദ്രൻ അങ്കിളും കൃഷ്ണയും കൂടിയിട്ട് ഒരു റിസോർട്ടിലാണ് താമസിക്കുന്നതെന്ന് പറയാം കേട്ടോ. റിസോർട്ടിൽ അവരെന്താ റിസോർട്ടിൽ താമസിക്കുന്നത്? അത് അലീന ചേച്ചിയെ അവിടുത്തെ മാഡവും അതായത് അലീന ചേച്ചിയുടെ അമ്മയും ആങ്ങളെയും ഒക്കെ കൂടി ചേർന്ന് പുറത്താക്കി, വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് പറയണം. അപ്പം നമ്മുടെ മാമച്ചായൻ പറയുന്നുണ്ട് ഒരമ്മ സ്വന്തം മകളോടാണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അതിന് അവർക്കറിയത്തില്ലല്ലോ. അവർക്കറിയില്ല എങ്കിലും ഒരു പെണ്ണിനോട് ചെയ്യുന്ന ഒരു ക്രൂരതയല്ലേ ഇത്, ഒരു പെൺകുട്ടിയോട് അവരുടെ മകളുടെ പ്രായമുള്ളൂ എന്നെങ്കിലും ചിന്തിച്ചുകൂടെ എന്നൊക്കെ പറയാണ് ഗ്രേസമ്മയും. എന്താണെങ്കിലും അലീന സേഫായിട്ടുണ്ടല്ലോ. ആ ബാലചന്ദ്രൻ ഒരു നല്ലൊരു മനുഷ്യനായതുകൊണ്ട് അവളുടെ കാര്യത്തിൽ അവളെ അങ്ങനെ വെറുതെ കൈയൊഴിയില്ല എന്ന് തന്നെ ചിന്തിക്കാം എന്ന് പറയണം. ആ സമയത്ത് ഗ്രേസമ്മയ്ക്കൊരു സംശയം തോന്നുകയാണ്, ഇനി ബാലചന്ദ്രൻ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടാവുമോ അലീനയെക്കുറിച്ചുള്ള സത്യങ്ങൾ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ രേവതിക്കുട്ടി ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അതിന് വഴിയില്ല ആൻറ്റി, കാരണം എങ്ങനെ അറിയാനാണ്? അല്ല അലീന എങ്ങാനും പറഞ്ഞിട്ടുണ്ടാവുമോ? അലീന ചേച്ചി ഒരിക്കലും പറയില്ല, കാരണം ആ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ലല്ലോ. അത് ബാലചന്ദ്രൻ സാർ അറിയുമ്പോഴല്ലേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉള്ളത് എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ശരിയായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ അവളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം അയാൾ അവൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. എന്നാലും സ്വന്തം കുടുംബത്തെ വിട്ടുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് സംശയം എന്ന് പറയുന്നുണ്ട് ഗ്രേസമ്മ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാജീവ് വൈജയെ ഫോൺ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ വൈജയ് ഫോൺ ചെയ്യുമ്പോൾ രാജീവേട്ട എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. വൈജയ് നീ അതോർത്ത് വിഷമിക്കണ്ട, ബാലചന്ദ്രൻ ഒരു റിസോർട്ടിലുണ്ട് എന്ന് പറയാട്ടോ. റിസോർട്ടിലോ? ഏത് റിസോർട്ടിൽ? പിറവത്തുള്ള ഒരു റിസോർട്ടിലുണ്ട് എന്ന് പറയണം. ഇതെങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. മനു പോയിട്ടുണ്ടായിരുന്നു അവിടെ എന്ന് പറയണം. മനു പോയിരുന്നോ അവിടെ? അപ്പോൾ കൃഷ്ണമോളും അവിടെ തന്നെ ഉണ്ട്, അവർ 3 പേരും കൂടെ അവിടെ റൂം എടുത്ത് താമസിക്കുകയാണെന്ന് പറയട്ടോ. എൻ്റെ രാജീവേട്ട എനിക്കാകെ മേല് ചൊറിഞ്ഞ് കയറുന്നുണ്ട്. ഒരു വേലക്കാരി പെണ്ണിൻ്റെ കൂടെ ഈ ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, അതും ഒരു റിസോർട്ടിൽ റൂം എടുത്ത് താമസിക്കുക എന്നൊക്കെ പറയുമ്പോൾ വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം, ഒരു അവജ്ഞയും എന്തൊക്കെയോ ഭാവങ്ങളും ഇന്നിമായാണ് മുഖത്ത്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട് നമുക്ക് ശരിയാക്കാം, ഏതായാലും രാത്രിയല്ലേ, നാളെ നേരം വിളിക്കട്ടെ, നാളെ രാവിലെ ഞാൻ അങ്ങോട്ടേക്ക് വരാം, എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീർപ്പാക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെക്കണം. അതേസമയം പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, വൈജയെന്ന് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് വൈജ. എന്താ അമ്മ ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് അവിടെ ഒരുപാട് ജോലി ഉണ്ടെന്ന്, അമ്മ ഇങ്ങനെ വിളിച്ചു കൂവേണ്ട, ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയുമ്പോൾ നിൻ്റെ സമയത്തിനാണോടി എനിക്ക് ആഹാരവും മരുന്നൊക്കെ തരുന്നത്? ആ കൊച്ചുണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു കാര്യത്തിനും ഒരു മുടക്കം ഉണ്ടായിട്ടില്ല എന്ന് പറയാണ് മുത്തശ്ശി. ആ കൊച്ച് പോയില്ലേ, ഇനി അവൾ ഇങ്ങോട്ടേക്ക് വരാനും പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി അഥവാ വന്നാലോ, ബാലചന്ദ്രൻ എങ്ങാനും അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും അങ്ങനെ തന്നെയാണ് അമ്മ എന്ന് പറയണം. അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവർ പിറവത്തൊരു റിസോർട്ടിൽ റൂം എടുത്ത് താമസിക്കുകയാണ് എന്ന് പറയണം. ബാലചന്ദ്രനും കൃഷ്ണമോളും മാത്രം എന്ന് ചോദിക്കുമ്പോൾ അല്ല, അലീനയും അവരുടെ കൂടെ ഉണ്ട് എന്ന് പറയട്ടോ. അത് കേട്ടിട്ട് മുത്തശ്ശിയാകെ ഇങ്ങനെ അമ്പരന്ന് പോവാണ്. അലീന എങ്ങനെ അവരുടെ കൂടെ വന്നു? അത് എനിക്കറിയില്ല, പോകുന്ന വഴിയിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയതായിരിക്കും അലീനയെ എന്ന് പറയാണ് വൈജയന്തി. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇതിപ്പോൾ എവിടെയും കേൾക്കാത്തൊരു സംഭവമാണല്ലോ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വേലക്കാരി പെണ്ണിനെ ഒരു സെർവൻറ്റിനെയും കൂട്ടിയിട്ട് റിസോർട്ടിൽ പോയി താമസിക്കുക, ഭാര്യയോട് വഴക്കിട്ടിട്ട് ഈ ബാലചന്ദ്രൻ ഇത് എന്തു പറ്റി എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ അത് തന്നെയല്ലേ അമ്മേ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് വരില്ലേ, ബാലചന്ദ്രൻ ഇങ്ങോട്ടേക്ക് വരത്തില്ലേ എന്നിങ്ങനെ സംശയം പറയണം മുത്തശ്ശി. ഇങ്ങോട്ടേക്ക് വരാതെ പിന്നെ എവിടെ പോകാനാണ്? അല്ല ഇനി വല്ല വേറെ വീടും എടുത്ത് അവർ 3 പേരും കൂടി ഒരുമിച്ച് താമസിക്കാൻ തീരുമാനം എടുത്താലോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ വൈജി ആകെ തകർന്നു പോവാട്ടോ. ഒരിക്കലും അങ്ങനെ ഒരു കാര്യത്തെ പറ്റിയിട്ട് വൈജ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല അമ്മ എന്ന് പറയുമ്പോൾ
എന്തുകൊണ്ടില്ല, ഇതുപോലെ വീട് വിട്ട് പോകാമെങ്കിൽ, ഒരു റിസോർട്ടിൽ പോയി താമസിക്കാമെങ്കിൽ അവരവിടെ വളരെ ഹാപ്പിയാണെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു വീടെടുത്ത് താമസിക്കാനാണോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കാനാണോ ബുദ്ധിമുട്ട് എന്ന് പറയാണ് മുത്തശ്ശി. അത് കേട്ടതോട് കൂടിയിട്ട് ഉള്ള ജീവനും കൂടെ പോവുകയാണ് വൈജയ്ക്ക്. ഇനിയിപ്പോൾ അങ്ങനെ എങ്ങാനും സംഭവിക്കുമോ എന്നോർത്തിട്ട് അവരെങ്ങാനും അങ്ങനെ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും വൈജയ് എന്ന് ചോദിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്, ഞാനിവിടെ എനിക്ക് ജീവിക്കാൻ അറിയാലോ, എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ എങ്ങനെ ജീവിക്കും എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, ഞാൻ എൻ്റെ മക്കളെ രണ്ടുപേരെയും വളർത്തും, പഠിപ്പിക്കും, നല്ല ജോലി വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണെങ്കിലും നിൻ്റെ ഭർത്താവ് കൂടെ ഇല്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇനി എങ്ങാനും ബാലചന്ദ്രന് നിൻ്റെ ആഗ്രയിലെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകുമോ, അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയൊന്നും മിണ്ടാതിരിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ല. എങ്ങനെ ബാലചന്ദ്രൻ അതൊക്കെ അറിയാനാണ്, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, നിങ്ങളെല്ലാവരും കൂടി എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞ് വായിച്ച് ഇങ്ങനെ ദേഷ്യവും സങ്കടമൊക്കെ കൂടി പറയട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് വീണ്ടും ആവലാതിയാണ്. അതല്ല വൈജി, എങ്ങാനും അക്കാര്യങ്ങളെങ്ങാനും ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ, നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ടായിരിക്കുമോ ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോൾ വൈജയ്ക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വൈജ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ സൂയിസൈഡ് ചെയ്യും, എനിക്ക് പിന്നെ ജീവിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജീവിച്ചിരിക്കത്തില്ല എന്ന് പറയാണ്. അക്കാര്യങ്ങളെങ്ങാനും ബാലചന്ദ്രൻ അറിഞ്ഞിട്ടാണ് ഈ പെരുമാറുന്നത് ഒക്കെ എങ്കിൽ പിന്നീട് എനിക്ക് ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല, മക്കളുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ സൂയിസൈഡ് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് മുത്തശ്ശിയോട് ഉറപ്പായിട്ടും പറയുന്നുണ്ട് കേട്ടോ വൈജ. അങ്ങനെ അത് പറഞ്ഞിട്ട് വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് വൈജ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ വൈജ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഇങ്ങനെ സെറ്റിയിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബബിതയും രോഹിത്തും കൂടി ഇറങ്ങി വരുന്നത് കേട്ടോ. അമ്മ എന്തു പറ്റി, അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എന്തെങ്കിലും വിവരം കിട്ടിയോ അച്ഛനെയും കൃഷ്ണമോളെയും കുറിച്ച് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ വിവരമൊക്കെ കിട്ടി, അവർ പിറവത്തുള്ളൊരു റിസോർട്ടിലുണ്ട് എന്ന് പറയാണ്. റിസോർട്ടിലോ? ആ അതെ, അപ്പോൾ അലീനയോ? ആ അവളും ഉണ്ട് കൂടെ എന്ന് പറയാണ്. അച്ഛൻ അവളെയും കൃഷ്ണമോളെയും കൂട്ടിയിട്ട് അവിടെ റൂം എടുത്ത് അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ മനു പോയിട്ടുണ്ടായി അവരെ കാണാനായിട്ട് എന്ന് പറയണേ. എന്നാൽ നാളെ നമുക്ക് പോയാലോ അമ്മേ, അവിടെ പോയിട്ട് അച്ഛനെയും കൃഷ്ണമോളെയും കൂട്ടിക്കൊണ്ടുവരാം, അലീനയെ കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് പറയാം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ റിസോർട്ടിൽ പോയിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. നാട്ടുകാരുടെ മുന്നിൽ അത് പബ്ലിക് സ്പേസില്ലേ, അവിടെ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് അവിടെ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയണേ. പിന്നെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, രാജീവ് അങ്കിള് നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, രാജീവേട്ടൻ വരട്ടെ, എന്നിട്ട് ഇതിനൊരു തീരുമാനമാക്കാം, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ എന്ന് പറയണം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ റിസോർട്ടിൽ ബാലചന്ദ്രനും അലീനയും അതുപോലെ കൃഷ്ണമോളും കൂടി ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ കൃഷ്ണയ്ക്കാണെങ്കിൽ ഇപ്പോൾ അലീനയോട് ഭയങ്കര സ്നേഹമാണ്, അവർ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എടി നിനക്ക് സ്കൂളിൽ പോകണ്ടേ, നിനക്ക് വീട്ടിലേക്ക് പൊക്കൂടായിരുന്നോ മനുവേട്ടൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ, അയ്യടാ എന്നിട്ട് അച്ഛനും മോൾക്കും ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ലേ എന്നെ കൂട്ടാണ്ട്, നിങ്ങൾ അച്ഛനും മോളും കൂടെ സന്തോഷമായിട്ട് ഇവിടെ ഇങ്ങനെ റിസോർട്ടിലും താമസിച്ച് ഇങ്ങനെ നടക്കുമല്ലേ, അത് പറ്റത്തില്ല, നിങ്ങൾ എവിടെ പോകുന്നു അവിടെയൊക്കെ ഞാനും വരും എന്ന് പറയണേ. എടി കുശുമ്പി, നിൻ്റെ അച്ഛനല്ലേടി, പിന്നെ എന്നെ എന്തിനാ ഇതിൽ ഇടപെടുത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ, ആ എൻ്റെ മാത്രം അച്ഛനല്ലല്ലോ, അലീന ചേച്ചിയുടെ അച്ഛനല്ലേ എന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെ എൻ്റെ അച്ഛനാണ്, എന്നാലും നിനക്കല്ലേ കൂടുതൽ അവകാശം എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അച്ഛൻ്റെ മേലെ ഏറ്റവും കൂടുതൽ അവകാശം അലീന ചേച്ചിക്കാണെന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളൊക്കെ രണ്ടാം സ്ഥാനത്തായി പോയില്ലേ അലീന ചേച്ചി വന്നപ്പോൾ എന്ന് പറയാണ് കൃഷ്ണമോള്. അത്രയ്ക്കൊന്നും ഇല്ലാടി എന്ന് പറയുമ്പോൾ, അത്രയ്ക്ക് ഉണ്ടായാലും ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, എൻ്റെ അച്ഛൻ്റെ മോള് തന്നെയാണ്, എൻ്റെ അമ്മേൻ്റെ മോള് തന്നെയാണ്, എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ് അലീന ചേച്ചി എന്ന് പറഞ്ഞിട്ട് അലീനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ബാലചന്ദ്രനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് മനു വിളിക്കുക കേട്ടോ. മനു വിളിക്കുന്ന സമയത്ത് മനു ചോദിക്കുന്നുണ്ട്, അങ്കിളെ എന്താണ് ഇനി തീരുമാനം, നാളെ അങ്കിള് വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, മനു ഞാൻ ഏകദേശം തീരുമാനം എടുത്തിട്ടുണ്ട്, മിക്കവാറും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തിരിച്ചു വരും എന്ന് പറയണം. അപ്പോൾ വീട്ടിൽ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവില്ലേ അങ്കിളെ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും ഉണ്ടാവത്തില്ല, അത് ഉണ്ടാവാതെ നോക്കാനൊക്കെ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ കൊച്ചച്ഛനൊക്കെ എന്നെ ഒരുപാട് ചോദ്യം ചെയ്തു, റിസോർട്ടിലേക്ക് വരാനായിട്ട് നിൽക്കുകയാണ്, ഒരു പക്ഷേ റിസോർട്ടിലേക്ക് വന്നേക്കാം എന്നൊക്കെ പറയുമ്പോൾ, ഇങ്ങോട്ടേക്ക് വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്, എനിക്ക് പറയാനുള്ളതൊക്കെ കേട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. ആ സമയത്താണ് രാജീവ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കേട്ടോ.
അടുത്തേക്ക് ചെല്ലുകയാണ് രാജീവ് എന്നിട്ട് വീണ്ടും മനുവിനോട് സംസാരിക്കുന്നുണ്ട്. മനു, നീ ബാലചന്ദ്രനോട് സംസാരിച്ചോ? അയാളുടെ തീരുമാനം എന്താണ്? അലീനയെ അയാൾ ഒഴിവാക്കി കളയാനൊന്നും ഉദ്ദേശിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൊച്ചച്ഛന് ഇതിൽ ഒരുപാട് ഇടപെടാതിരിക്കുന്നതാട്ടോ കൊച്ചച്ഛൻ നല്ലത്. അങ്കിളിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അത് അലീനയുമായി ബന്ധപ്പെട്ടതല്ല ഒരിക്കലും. അലീനയെ അങ്കിള് കാണുന്നത് സ്വന്തം മകളെ പോലെ തന്നെയാണ്. അത് കൊച്ചച്ഛനും സംശയമൊന്നുമില്ലല്ലോ അവരുടെ ബന്ധത്തിൽ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ സംശയിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാണ് രാജീവ്. പക്ഷേ വൈജി ആൻറ്റിക്ക് പോലും അതിൽ സംശയമില്ല, അവർ തമ്മിൽ മോശമായിട്ടുള്ളൊരു ബന്ധമുണ്ട് എന്നുള്ളത്. ഇവിടെ എൻ്റെ അമ്മ പറയണത് കേട്ടിട്ട് അങ്കിൾ അതിൽ പിടിച്ച് കയറി തൂങ്ങാൻ നിൽക്കണ്ട. അവർ തമ്മിൽ അങ്ങനെ യാതൊരു ബന്ധം തന്നെ ഇല്ല എന്ന് പറയണേ. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ എന്താണ് അവരുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ബാലചന്ദ്രൻ അങ്കിളിൻ്റെയും വൈജി ആൻറ്റിയുടെയും ഈ മാരത്തോൺ ഉണ്ടല്ലോ, ഈ ഒരു വാശി, ദേഷ്യം, ഈ ഒരു അവരുടെ ഒരു മനസ്സിലുള്ള ആ ഒരു പ്രശ്നമാണത്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതെന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അത് തീരണം എന്നുണ്ടെങ്കിൽ ആദ്യം വൈജയന്തിയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. വൈജയന്തിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കണം. അങ്കിൾ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതികരിക്കുന്ന ഒരാളേ അല്ല. അത് കൊച്ചച്ഛനും അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് എനിക്കറിയാം, ബാലചന്ദ്രൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പെരുമാറുന്ന ആളെ അല്ലായിരുന്നു എന്ന് പറയണം. ആൻറ്റിയുടെ സ്വഭാവമാണ് കൊച്ചച്ഛൻ ആദ്യം മാറ്റേണ്ടത്. ആൻറ്റിയുടെ ആ ദേഷ്യവും വാശിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആൻറ്റിയുടെ ഭാഗത്ത് വന്ന ഫോൾട്ട് എന്താണെന്ന് ആദ്യം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഇതിനൊരു തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ വൈജിയുടെ ഭാഗത്ത് എന്ത് തെറ്റ് വരാനാണ്? ഒരു തെറ്റും വന്നിട്ടില്ല, ഞാൻ ചോദിച്ചതാണ് എന്ന് പറയണം. അത് സ്വന്തമായിട്ട് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അത് തുറന്ന് പറയുമോ കൊച്ചച്ഛൻ ആദ്യം ഒന്ന് ആൻറ്റിയോട് ഡീറ്റെയിലായി സംസാരിച്ച് ആ പ്രശ്നം ഒന്ന് സോൾവ് ആക്കാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഏതായാലും നാളെ കടപ്പാട്ടൂർ പോകുന്നുണ്ട്. നിൻ്റെ അച്ഛനെ ഞാൻ വിളിക്കട്ടെ ആദ്യം ഒന്ന്, ഇതിനൊരു തീരുമാനമാക്കിയിട്ട് ഇനി ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ എന്ന് പറയാണ് നമ്മുടെ രാജീവ് മനുവിൻ്റെ അടുത്ത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാജീവ് കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തുന്നതാണ്. രാജീവിനെ കാത്തെന്ന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു വൈജി കേട്ടോ. അങ്ങനെ വൈജിയോട് സംസാരിക്കുന്നുണ്ട് രാജീവൻ. വൈജി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും രാജീവേട്ട? അവളെയും കൂട്ടിയിട്ടല്ലേ അയാൾ പോയേക്കുന്നത് ആ റിസോർട്ടിലേക്ക്. ബാലചന്ദ്രൻ ഇത് എന്ത് ഉദ്ദേശിച്ചാണ് ഈ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാലചന്ദ്രനെ കുറിച്ച് അവിടെ നിന്ന് എന്തെങ്കിലും ബാലചന്ദ്രൻ സംസാരിച്ചോ മനുവിൻ്റെ അടുത്ത് എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ്. രാജീവേട്ടൻ മനുവിനോട് സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ മനുവിൻ്റെ അടുത്ത് സംസാരിച്ചു. മനുവിൻ്റെ അടുത്ത് പ്രത്യേകിച്ചൊന്നും ബാലചന്ദ്രൻ പറഞ്ഞിട്ടില്ല. അവിടെ അവർ വളരെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് അച്ഛനും മക്കളുമായിട്ട് ജീവിക്കുകയാണ് എന്ന് പറയണം. ഒരച്ഛനും മക്കളും വന്നേക്കുന്നത് കൃഷ്ണയുള്ളത് കൊണ്ട് അങ്ങനെ പറയാലോ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ബന്ധത്തിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ വൈജി എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും നിനക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ സംശയമൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം എനിക്ക് ആ സംശയം ബലപ്പെട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൾ മുകളിലേക്ക് പോയിട്ട് കീ വാങ്ങിച്ചു വരാൻ പറഞ്ഞിട്ട് അവൾ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് വന്നിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞത്? അവളെ ഇറക്കി വിട്ട ഉടനെ തന്നെ ബാലചന്ദ്രൻ എന്തിനാണ് കാർ എടുത്തുകൊണ്ട് അവളെയും കൂട്ടിയിട്ട് റിസോർട്ടിൽ പോയി താമസിക്കുന്നത്? ഇതൊക്കെ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ എനിക്കിപ്പോൾ അങ്ങനത്തെ സംശയങ്ങളൊക്കെ തോന്നുകയാണ് എന്ന് പറയണം. എന്താണെങ്കിലും ഞാൻ ശിവേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. ശിവേട്ടൻ ഉടനെ തന്നെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ഇതിനൊരു തീരുമാനമാക്കാമെന്ന് ശിവേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും ശിവേട്ടനും കൂടിയിട്ട് അലീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് തന്നെ തിരിച്ചു പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഉറപ്പാണല്ലോ രാജീവേട്ട എന്ന് ചോദിക്കുകയാണ്. ഉറപ്പാണ്, അതിൽ മാറ്റമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് രാജീവ്. ആ സമയത്ത് വൈജി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ രാജീവേട്ടൻ എന്താ ചെയ്യാൻ പോണത്? റിസോർട്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാൻ റിസോർട്ടിലേക്ക് പോവുകയാണ്. ഞാൻ അവിടെ പോയി ബാലചന്ദ്രനോട് സംസാരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാനും കൂടി വരട്ടെ എന്ന് വൈജി ചോദിക്കുമ്പോൾ തൽക്കാലം നീ ഇപ്പോൾ വരണ്ട, ഞാൻ പോയിട്ട് ഒന്ന് സംസാരിക്കട്ടെ, ബാലചന്ദ്രൻ്റെ എന്താണ് തീരുമാനം എന്നൊക്കെ അറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് രാജീവ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ്റെ റിസോർട്ടിലാട്ടോ. അവർ താമസിക്കുന്ന റിസോർട്ടിലാണ്. ബാലചന്ദ്രനും അലീനയും കൃഷ്ണയും കൂടി ഇങ്ങനെ നടക്കുകയാണ്, മുറ്റത്തൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണയ്ക്കും അലീനയ്ക്കും ഭയങ്കര സന്തോഷമാണ്. രണ്ടുപേരും തുള്ളിച്ചാടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിസോർട്ട് മൊത്തം നടക്കുക കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ അവർക്ക് പൂളിലേക്ക് ഇറങ്ങാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പൂളിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇവിടെ നമ്മുടെ രാജീവ് വരുന്നത് കേട്ടോ. രാജീവ് വരുന്നത് ബാലചന്ദ്രൻ ദൂരെ നിന്നേ കാണുന്നുണ്ട്. അപ്പോൾ രാജീവ് ഇവർ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവർ പൂളിൽ ഇങ്ങനെ കളിക്കുകയല്ലേ, ആ സമയത്ത് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ വളരെ ഗൗരവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. രാജീവ് നോക്കുമ്പോൾ കൃഷ്ണമോളും അലീനയും കൂടെ പൂളിൽ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ.
അപ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് ബാലചന്ദ്രൻ്റെ തീരുമാനം, എന്താ ഉദ്ദേശം, ഇങ്ങനെ റിസോർട്ടിൽ താമസിച്ച് എത്ര നാൾ ജീവിക്കുമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ജീവിതമല്ലേ, ഞാൻ എവിടെ താമസിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ലേ എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണമോളെ ഇങ്ങനെ എത്ര ദിവസം ഇവിടെ ഇങ്ങനെ റിസോർട്ടിൽ താമസിപ്പിക്കും, അവൾക്ക് സ്കൂളിലൊന്നും പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ദിവസം സ്കൂളൊന്നും പോയില്ല എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, അവളത് പഠിച്ചെടുത്തോളും, പിന്നെ ഇനി സ്കൂൾ മാറ്റേണ്ടി വന്നാൽ സ്കൂൾ മാറ്റി വേറെ സ്കൂളിലേക്ക് ചേർക്കും എന്ന് പറയാട്ടോ. സ്കൂൾ മാറ്റേണ്ടി വന്നാലെന്നോ, അപ്പോൾ വേറെ എവിടെ സ്കൂളിൽ ചേർക്കാനെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ വേറെ വീടെടുത്ത് താമസിക്കാനുള്ളൊരു പ്ലാനിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനോട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ് രാജീവ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, രാജീവ് എൻ്റെ അടുത്ത് വലിയ ഒച്ചെടുത്ത് സംസാരിക്കേണ്ട, സ്വന്തം പെങ്ങളോട് പോയി ചോദിക്കേ പെങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന്, അത് രാജീവിന് അറിയാത്ത കാര്യമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ബാലചന്ദ്രൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ മക്കളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറിപ്പോവാട്ടോ. രാജീവും പുറകെ ചെല്ലുന്നുണ്ട്. അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ, എന്താണ് ബാലചന്ദ്രൻ്റെ ഉദ്ദേശം, ഇനി എത്ര നാൾ ഇവിടെ താമസിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയുമായിട്ട് എന്താണ് പ്രശ്നം, വൈജ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈജ ചെയ്ത തെറ്റെന്താണ് എന്ന് നിങ്ങൾക്കറിയത്തില്ലേ, വൈജ മാത്രമല്ലല്ലോ നിങ്ങളെല്ലാവരും കൂടിയല്ലേ എന്നെ ചതിച്ചത്, എന്നെ വഞ്ചിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. എന്താ ബാലചന്ദ്രൻ ഈ പറയുന്നത്, ഞങ്ങൾ എന്ത് ചെയ്തു, വൈജ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആഗ്രാചരിത്രമൊന്നും ഞാൻ അറിയത്തില്ല എന്ന് രാജീവ് കരുതിയോ, നിങ്ങളെല്ലാവരും കൂടി ഒളിപ്പിച്ചു വെച്ച ആ സത്യങ്ങളും ആ രഹസ്യങ്ങളൊന്നും ഒരിക്കലും ഞാൻ അറിയത്തില്ലെന്ന് കരുതിയോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടിട്ട് ആകെ ഷോക്കാവാണ് രാജീവൻ. എന്താ ബാലചന്ദ്രൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രാജീവിനെ അറിയാത്തതൊന്നുമില്ലല്ലോ, ആഗ്രയിൽ പോയി താമസിച്ച് കണ്ടവൻ്റെ കൂടെ അഴിഞ്ഞാടി നടന്ന് ഗർഭിണിയായി ഒരു കുഞ്ഞിനെ തൻ്റെ പെങ്ങൾ പ്രസവിച്ച കാര്യമൊന്നും അറിയാത്ത കാര്യമില്ലല്ലോ, നിങ്ങളെല്ലാവരും കൂടി തന്നെയല്ലേ അതൊക്കെ മുക്കിയത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് രാജീവ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്.